ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്നുള്ള ചാപ്റ്ററിലത്തെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്നുള്ള സബ്ജക്റ്റിലത്തെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്പീഡ് ആൻഡ് വെലോസിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന സിമ്പിളായിട്ടുള്ളൊരു തിയററ്റിക്കലായിട്ടുള്ള ഒരു ചാപ്റ്റർ. പ്രോബ്ലംസൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ നമ്മൾ പഠിച്ച ചാപ്റ്ററൊക്കെ ഒരു തിയറി ബേസിൽ പെടുന്ന ആണ്. ഓക്കെ, വർക്ക്ഷോപ്പ് സയൻസിൽ പെടുന്നതാണ്, കാൽക്കുലേഷനിൽ പെട്ടതല്ല. കാൽക്കുലേഷനിൽ വേറെ നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഞാനത് കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയാൻ കാരണം അതിൽ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററാണ് സിമ്പിൾ മെഷീൻ. ഓക്കെ, സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മെഷീൻ, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെ, സിമ്പിളായിട്ടുള്ള മെഷീൻ. അപ്പോൾ ആ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ സിമ്പിൾ മെഷീനിൽ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഇതൊന്നും ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറത്തെ പോലെ അതേപോലെ തിയറി ഉണ്ടാവും, കൂടുതൽ തിയറി, കുറച്ച് പ്രോബ്ലം ഉണ്ടാവും. അതാണ് ഈ വർക്ക്ഷോപ്പ് സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിൽ വരുന്ന കാര്യങ്ങൾ. കാൽക്കുലേഷനിലാകുമ്പോൾ വെറും പ്രോബ്ലം, ഇതിൽ കുറച്ച് തിയറി, കുറച്ച് പ്രോബ്ലം. അതേപോലെ തന്നെ സിമ്പിൾ മെഷീനിൽ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്, അത് വെച്ച് കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദ്ദേശം അതാണ്. അപ്പോൾ സിമ്പിൾ മെഷീനിലെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിലത്തെ കണ്ടൻസുകൾ, സിമ്പിൾ മെഷീൻ എന്താ നമ്മൾ പഠിക്കുന്നു, ഞാൻ പറഞ്ഞ പോലെ ടേംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻ, അതേപോലെ സിമ്പിൾ മെഷീൻ്റെ ചില എക്സാമ്പിളുകൾ, അതേപോലെ പിന്നെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻ. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയ ചാപ്റ്ററാണ്. മെയിനായിട്ട് ഈ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതും ഡ്രോയിങ്ങും ചേർന്ന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റായിട്ടാണ് വരിക. 50 മാർക്കിനാണ് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ഉണ്ടാവും, 50 മാർക്കിന് ഡ്രോയിങ് ഉണ്ടാവും. ഈ 50 മാർക്കിന് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ പഠിക്കുമ്പോൾ കൂടുതൽ പ്രോബ്ലംസ് തന്നെയായിരിക്കും. തിയറി എന്ന് പറയുന്നത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണെങ്കിൽ തിയറി ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, വെച്ചാൽ 40 ക്വസ്റ്റ്യൻ പ്രോബ്ലം ആവും. മാക്സിമം ടൈം കളയുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിൽ നിങ്ങൾ പ്രോബ്ലം വരുന്ന ടഫ് പ്രോബ്ലംസ് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്ത് ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് തന്നെയാണ് എല്ലാ ചാപ്റ്ററിലും, പല രീതിയിലുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിലും സ്പീഡ് ആൻഡ് വെലോസിറ്റിയിലും പഠിച്ചതൊക്കെ തിയറി മനസ്സിലായാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് കുറച്ച് ടേംസുകളും കുറച്ച് ഇക്വേഷൻസുകളും കാണാപാഠം പഠിച്ച് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നു. ബട്ട് അതാണ് വർക്ക്ഷോപ്പ് സയൻസ്. പക്ഷേ കാൽക്കുലേഷനിലേക്ക് കിടക്കുമ്പോൾ കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അൾജിബ്രയും അതേപോലെ കുറച്ച് നമ്മൾ പഠിച്ച ട്രിഗ്നോമെട്രീസൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കിടക്കുമ്പോൾ സിമ്പിൾ മെഷീൻ പറയേണ്ടതിന് മുമ്പ് എന്താണ് മെഷീൻ? മെഷീൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മെഷീൻ എന്തിനാ? ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹ്യൂമൻ സ്വയം അധ്വാനിച്ച് വർക്ക് ചെയ്യുന്നതിന് പകരം ഒരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മളുടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ എടുക്കുന്ന എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെഷീൻ ഉള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു സാധനം വേണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പാറ പൊട്ടിക്കുന്ന മെഷീൻസ് ഉണ്ട്. അപ്പോൾ പാറ ആണെങ്കിൽ നമുക്ക് ചുറ്റിക്കൊണ്ട് കൈകൊണ്ട് അടിച്ചടിച്ച് പൊട്ടിക്കുമ്പോൾ കുറേ ടൈം എടുക്കും, പക്ഷേ മെഷീൻ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ എഫേർട്ട് മാക്സിമം കുറച്ച് ഔട്ട്പുട്ട് കൂടുതലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇൻപുട്ട് കുറച്ചിട്ട് ഔട്ട്പുട്ട് കൂടുതലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് മെഷീൻസ് ഉപയോഗിക്കുന്നത്. അതാണ് മെഷീൻ. മെഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ മെഷീനിൽ 1, 2, 3 പാർട്സുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു മെഷീന് ഇഷ്ടംപോലെ പാർട്സുകൾ ഉണ്ടാവും. ചില മെഷീൻ 3 പാർട്ടാവും, ചില മെഷീൻ 4 പാർട്ടുകളാവും. അതൊക്കെ അസംബിൾ ചെയ്തിട്ടാണ് മെഷീൻ വരുന്നത്. അത് മെയിനായിട്ട് എന്തിനാണ്? ഒരു വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ എഴുതിയിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ മെഷീൻ ഈസ് എ ടൂൾ കണ്ടെയ്നിങ് 1 or more parts that uses energy to perform a work. ഓക്കെ, അപ്പോൾ കുറച്ച് 1, 2, 3 പാർട്സ് ഉള്ള ഒരു സാധനമാണ് മെഷീൻ. അതേ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എഫേർട്ട് കുറയ്ക്കുന്നത്. ആ എനർജി പറയുന്നത് എന്ത് എനർജി വേണമെങ്കിലും ആവാം. കെമിക്കൽ എനർജി ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആവാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആവാം, അല്ലെങ്കിൽ തെർമൽ എനർജി ആവാം, വിൻഡ് എനർജി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള എനർജി ഉപയോഗിച്ച് നമ്മുടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മെഷീൻ. ഓക്കെ, ഇപ്പോൾ ഒരു സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാലോ, സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ അധികം എനർജി ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടൊരു ജോബ് ചെയ്യാൻ പറ്റാവുന്ന മെഷീനെയാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത്. മീൻസ് സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സോടെ അധികം എനർജി ഒന്നും ഉപയോഗിക്കാതെ ഒരു സിമ്പിൾ മെക്കാനിസത്തിൽ കൂടെ ഒരു ജോബ് നല്ല വൃത്തിയിൽ ചെയ്യുന്ന ഒരു മെഷീനെയാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയാം. പേര് പോലെ തന്നെ സിമ്പിൾ മെഷീൻ വളരെ സിമ്പിളായിട്ടാവും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് വളരെ അതിലത്തെ മെക്കാനിസംസ് ഒക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണല്ലോ അതിനെ സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനധികം പാർട്സ് ഒന്നും ഉണ്ടാവില്ല, വളരെ സിമ്പിളായും അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ,
ഒരു സിമ്പിൾ മെഷീൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സിമ്പിൾ മെക്കാനിസം അതിലുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് അധികം തലപൊക്കാണ്ട് പെട്ട ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആലോചന, ഒരു സിമ്പിൾ തിങ്കിങ് ഉണ്ടായിരിക്കും. ഒരു സിമ്പിളായിട്ടുള്ള മെക്കാനിസം ആയിരിക്കും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സിമ്പിൾ മെഷീനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിമ്പിൾ മെഷീൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിലത്തെ കുറച്ച് ടേംസ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ടേംസ് പഠിക്കേണ്ട. ടേംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലോഡ് അഥവാ വെയിറ്റ്. ലോഡ് അഥവാ വെയിറ്റ്. ലോഡെന്ന് വേണം ഓർത്ത് വയ്ക്കാൻ. വെയിറ്റ് ആണ് ലോഡെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. പിന്നെ എഫേർട്ട് അഥവാ പവർ. എഫേർട്ട് അഥവാ പവർ. പിന്നെ ഫൾക്രം എന്താ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, അത് MA എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുക. MA, ക്യാപിറ്റൽ MA ആണ് ഡിനോട്ട് ചെയ്യുക മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. പിന്നെ വെലോസിറ്റി റേഷ്യോ VR. ഓക്കെ, എഫിഷ്യൻസി. ഇങ്ങനെ ഒരു 6 ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടേം തന്നെ ലോഡ് അഥവാ വെയിറ്റ്. ലോഡ് അഥവാ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഫോഴ്സാണ്. ദ ഫോഴ്സ് ഓവർകം ബൈ ദി എഫേർട്ട് ഈസ് കോൾഡ് ലോഡ് ഓർ വെയിറ്റ്. മീൻസ് നമ്മളൊരു 10 കിലോ അരിൻ്റെ ചാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ആ 10 കിലോ അരിയുടെ ചാക്ക് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, 10 കിലോ ഫോഴ്സ് ചാക്ക് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ലോഡ് എന്ന് പറയുന്നത്. മീൻസ് അതിന് ഈക്വലായിട്ട് ബാലൻസ് ആവുന്ന സാധനം. അതാണ് ദി ഫോഴ്സ് ഓവർകം ബൈ ദി എഫേർട്ട്. ഓക്കെ, ഇത്ര എഫേർട്ട് എടുത്താലേ ആ ലോഡ് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ദി ഫോഴ്സ് ഓവർകം ബൈ ദി എഫേർട്ട്. എഫേർട്ടിനെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, 10 കിലോ ചാക്ക് അരി എന്ന് പറഞ്ഞാൽ 10 കിലോ വെയിറ്റ് പൊക്കാൻ പറ്റാവുന്ന, മീൻസ് 10 കിലോ വെയിറ്റ് പൊക്കാൻ പറ്റാവുന്ന ഫോഴ്സ് കൊടുക്കണം. മീൻസ് ആ ലോഡിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സിനെയാണ് മീൻസ് ആ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഈ വെയിറ്റ് എന്ന് പറയുന്നത്. അതിനാണ് ലോഡ് എന്ന് പറയുന്നത്. ദി ഫോഴ്സ് ഓവർകം ബൈ ദി എഫേർട്ട്. ആ എഫേർട്ടിനെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് ഈസ് കോൾഡ് ലോഡ് ഓർ വെയിറ്റ്. ഡിനോട്ടഡ് ബൈ ലെറ്റർ, ഞാൻ പറഞ്ഞു വെയിറ്റ് W വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വെയിറ്റ് W വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും വെയിറ്റ് ഈക്വൽ ടു mg, W ഈക്വൽ ടു mg എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു സബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു ഗ്രാവിറ്റി. ഓക്കെ, mg ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. 9.8 m/s² ആണ്. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. W ഈക്വൽ ടു mg എന്ന ലൊക്കേഷൻ ചുമ്മാ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വെയിറ്റ് ഡിനോട്ട് ചെയ്യുന്ന അഥവാ ലോഡ് ഡിനോട്ട് ചെയ്യുന്ന W വെച്ചുള്ളൊരു ലെറ്റർ ഉപയോഗിച്ചാണ്. അടുത്തത് എഫേർട്ട് അഥവാ പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് പൊക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ്. ആ ലോഡ് പൊക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ്. ദി ഫോഴ്സ് അപ്ലൈ ടു ലിഫ്റ്റ് ദ ലോഡ്. 10 കിലോ ചാക്കാരി ആണെങ്കിൽ ആ 10 കിലോ ചാക്കാരി പൊക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സിനെയാണ് പവർ എന്ന് പറയുന്നത് അഥവാ എഫേർട്ട് എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ P. ഓക്കെ, പിന്നെ അതേപോലെ ഫൾക്രം. ഫൾക്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ മെഷീൻ അറൗണ്ട് വിച്ച് ഇറ്റ്സ് മെഷീൻ റൊട്ടേറ്റ്സ്. ഒരു മെഷീൻ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കുലർ മോഷൻ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. വിൻഡ് മെഷീൻ കണ്ടിട്ടില്ലേ? കാറ്റാടി യന്ത്രം പഴനിയൊക്കെ പോകുമ്പോൾ കാണാം. കാറ്റാടി യന്ത്രത്തിൽ എന്താ, ഒരു 3-4 ലീഫ് ഉള്ള ഒരു ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഫാൻ എല്ലാം കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ പോയിന്റിലാണ് അല്ലേ? ഒരു ഹൈറ്റിൽ ഒരു സെൻറ്റർ പോയിന്റിലാണ് ആ ഫാനിൻ്റെ ലീഫ് അവസാനം വന്നിട്ട് ജോയിൻ്റ് ആവുന്നത്. ആ ഒരു പോയിന്റിനെയാണ് ഫൾക്രം എന്ന് പറയുന്നത്. ഓക്കെ, ആ മെഷീനെ സംബന്ധിച്ചോളം ആ പോയിൻ്റാണ് ഫൾക്രം എന്ന് പറയുന്നത്. അതേപോലെ ഏതൊരു മെഷീനും ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടായിരിക്കും, അതിന് അറൗണ്ട് ആയിരിക്കും ആ മെഷീൻ വർക്ക് ചെയ്യുക. ആ പോയിന്റിന് ചുറ്റും ഒരു രീതിയിലായിരിക്കും മെഷീൻ വർക്ക് ചെയ്യുക. അപ്പോൾ കാറ്റാടി യന്ത്രത്തിൽ ആ മെഷീൻ സർക്കുലർ മോഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ലീഫ് ഒക്കെ കൂടി 3-4 ലീഫ് ഉണ്ടെങ്കിൽ മാക്സിമം 3 ലീഫ് നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ 3 ലീഫുകൾ ഒരു പോയിന്റിൽ യോജിക്കുന്നു. ആ പോയിന്റിനെയാണ് ഫൾക്രം എന്ന് പറയുന്നത്. ഓക്കെ, ഫൾക്രം ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ F വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അടുത്ത മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA, ക്യാപിറ്റൽ MA വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദി ലോഡ് ടു ദി എഫേർട്ട്. റേഷ്യോ ഓഫ് ലോഡ് ടു എഫേർട്ട്. നമ്മൾ ലോഡ് എന്താണെന്ന് പഠിച്ചു, എഫേർട്ട് എന്താണെന്ന് പഠിച്ചു. ഇതിൻ്റെ റേഷ്യോനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദി റേഷ്യോ ഓഫ് ലോഡ് ടു എഫേർട്ട്. റേഷ്യോ ഓഫ് ലോഡ് ടു എഫേർട്ടിനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് നമ്മൾ W എന്നറിയാം, ഡിനോട്ട് ചെയ്തിരിക്കുന്നത് W ആണ്. അതേപോലെ എഫേർട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് P. അപ്പോൾ W/P ആണ് MA എന്ന് പറഞ്ഞാൽ W/P. ഓക്കെ, അതിന് യൂണിറ്റ് ഒന്നുമില്ല.
ഇപ്പോൾ വെയ്റ്റിനാണെങ്കിൽ കിലോഗ്രാം യൂണിറ്റ് ഉണ്ട്, അതേപോലെ പവറിനാണെങ്കിൽ വാട്ട് യൂണിറ്റ് ഉണ്ട്. ബട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് യൂണിറ്റ് ഇല്ല. പിന്നെ വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ എന്ന് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ലോഡ്. ഓക്കെ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്. ഈ ഒരു ഡെഫിനേഷനിലൊരു തെറ്റുണ്ട്, നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും വരേണ്ടത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട്. ഓക്കെ, ആ ലോഡ് മൂവ് ചെയ്ത ഡിസ്റ്റൻസും അതേപോലെ എഫേർട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോനെയാണ് വെലോസിറ്റി റേഷ്യോ എന്ന് ഇവിടെ പറയുന്നത്. വെലോസിറ്റി റേഷ്യോ ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. പിന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഇൻപുട്ട്. ഏതൊരു മെക്കാനിക്കൽ എഫിഷ്യൻസി, മെഷീൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻപുട്ട് ആയിരിക്കും, ഔട്ട്പുട്ട് ഇൻപുട്ടിൻ്റെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ സിമ്പിൾ മെഷീനിൽ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓൾ ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ. ഓക്കെ, എഫിഷ്യൻസി എപ്പോഴും പെർസെൻറ്റേജിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് 100 കൊണ്ട് ഗുണിക്കണം. മീൻസ് MA/VR കിട്ടുന്ന വാല്യൂ 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, MA/VR കിട്ടുന്ന വാല്യൂ നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ശരിക്കും MA/VR ആ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 100 അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ഐഡിയൽ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ മെഷീൻ എന്ന് പറഞ്ഞാൽ എ മെഷീൻ ഇൻ വിച്ച് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി റേഷ്യോ. ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ വെലോസിറ്റി റേഷ്യോനെയാണ് നമ്മൾ സാധാരണ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. MA/VR വെച്ചിട്ടാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. ആ എഫിഷ്യൻസി പറയുന്നത് 100 ആണ് ഒരു മെഷീൻ ഐഡിയൽ മെഷീൻ ആവുന്നത്. അത് 100 ആവണമെങ്കിൽ ഈ MA എന്ന് പറയുന്നത് VR എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് ഐഡിയൽ മെഷീൻ എന്ന് പറയുന്നത്. ബട്ട് പ്രാക്ടിക്കലായിട്ട് 100% എഫിഷ്യൻസി ഉള്ള ഒരു മെഷീനും നിലവിലില്ല. ഒരു 0.01 അല്ലെങ്കിൽ ശരിക്കും മിനിമം 1% എററെങ്കിലും ഉണ്ടായിരിക്കും. ഇനി സിമ്പിൾ മെഷീനിന് കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചു പോയി, കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഒന്ന് ലിവർ. ഇപ്പോൾ ലിവറിൽ നിങ്ങൾ നോക്കി നോക്കൂ, പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. ഒരു സൈഡ് ലോഡ് ഉണ്ട്, ഒരു സൈഡ് എഫേർട്ട് കൊടുക്കുമ്പോഴാണ് ഈ ലെഫ്റ്റ് സൈഡത്തെ ലോഡ് പൊങ്ങുക. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നടുവിലൊരു പോയിന്റിലാണ്. ആ പോയിന്റിനെയാണ് ഫൾക്രം എന്ന് പറയുന്നത്. അതേപോലെ സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടി, നട്ടിൻ്റെ ഉള്ളിൽ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂൾ ഉപയോഗിക്കുന്നു. ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഹാൻഡിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, സ്ക്രൂ ഹെഡൊക്കെ കണ്ടു. ആ ഹാൻഡിൽ ഉപയോഗിച്ച് നമ്മൾ വെറുതെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എത്ര ഫോഴ്സുള്ള സാധനമാണെങ്കിലും വളരെ അനായാസമായിട്ട് ആ നട്ട് കയറും, എത്ര വലിയ നട്ടാണെങ്കിലും. ഓക്കെ, കുറച്ച് വലിയ നട്ടുകളുടെ കേസിലാണ് സ്ക്രൂ ജാക്ക് ഉപയോഗിക്കുക, അല്ലാണ്ട് ചെറിയ നട്ടുകളുടെ കേസിലല്ല. പിന്നെ വീൽ ആക്സിൽ. ഇപ്പോൾ ഇവിടെ വെള്ളം കോരാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു സിലിണ്ടറിക്കൽ പുള്ളി വെച്ചിരിക്കണം. സാധാരണ കയറ് വെച്ച് വലിച്ചിട്ട് വേണം വെള്ളം കോരാൻ. അതിന് പകരം സൈഡിലൊരു ആക്സിൽ കൊടുത്തിട്ട് ഒരു കൈപ്പിടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൈപ്പിടി നമ്മൾ വീലിൻ്റെ ആകൃതിയിൽ റൊട്ടേഷൻ മോഷനിൽ തിരിക്കുമ്പോൾ വളരെ അനായാസമായിട്ട് വെള്ളം കോരുന്ന ആ മോഷൻ നടക്കും. റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അതിന് വീൽ ആക്സിൽ. പിന്നെ അതുപോലെ പുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലോഡ് കുറഞ്ഞ വെയിറ്റ് കൊടുത്തിട്ട് പൊക്കാൻ പറ്റും. കിണറിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പുള്ളീസ്. ഇതൊക്കെ സിമ്പിൾ മെഷീൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ ഇൻക്ലൈൻ പ്ലെയിനിൽ സാധാരണ ഒരു ഒബ്ജക്റ്റ് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മാസ് കൂടുതലായിരിക്കും. കാരണം ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ഫോഴ്സ് എക്സ്ട്രാ വരുന്നത് കൊണ്ട് അങ്ങോട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ആ ബോഡിയുടെ വെയിറ്റ് കൂടാതെ അതിനെ അങ്ങോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി തിരിച്ച് നമ്മൾ മുകളിലോട്ട് വലിക്കണമെങ്കിൽ സാധാരണ വെറുതെ ഒബ്ജക്റ്റിനെ വലിച്ചാൽ കൂടുതൽ ലോഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറഞ്ഞ ലോഡ് കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു പുള്ളി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടുന്ന് കുറഞ്ഞ മാസ് കൊടുത്തിട്ട് ആ M1 അനായാസം നമുക്ക് വലിക്കാൻ പറ്റും. ഇതാണ് ഇങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് പഠിച്ചത്. വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. നമുക്ക് സിമ്പിൾ പ്രോബ്ലംസിലേക്ക് കിടക്കാം. അതിൽ ഞാൻ എപ്പോഴും പോലെ 2 പ്രോബ്ലമാണ് പറഞ്ഞു തരാറ്. കൂടുതൽ പ്രോബ്ലം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം.
അസൈൻമെൻ്റ് ആയിട്ട് കുറച്ച് പ്രോബ്ലം തരുന്നതായിരിക്കും. ഞാൻ ആകെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിന് മാത്രമേ ഇതുവരെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടുള്ളൂ. 5 ക്വസ്റ്റ്യനാണ് തോന്നുന്നു തന്നിരിക്കുന്നത്. പല വെലോസിറ്റി ചാപ്റ്ററിൽ, സ്പീഡ് ആൻഡ് വെലോസിറ്റി ചാപ്റ്ററിൽ ആണ് അസൈൻമെൻറ്റ് തന്നത്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ തന്നിട്ടില്ല, ഞാൻ തരാം. അതേപോലെ തന്നെ ഇതൊന്നും അസൈൻമെൻറ്റ് ഞാൻ തരാം. ഇപ്പോൾ തൽക്കാലം 2 പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പ്രോബ്ലം നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ MA കണ്ടുപിടിക്കണം, വെലോസിറ്റി റേഷ്യോ VR കണ്ടുപിടിക്കണം, ആൻഡ് ദി എഫിഷ്യൻസിയും കണ്ടുപിടിക്കണം. ഇഫ് എ മെഷീൻ ഓഫ് മാസ് 120 കിലോഗ്രാം, മാസ് വന്നിട്ടുണ്ട്, മാസ് എന്ന് പറഞ്ഞാലും വെയിറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, ലോഡ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ M = 120 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ, ഹൈറ്റ് വന്നിട്ടുണ്ട് 5 മീറ്റർ, ബൈ എ ഫോഴ്സ് ഓഫ് 60 കിലോഗ്രാം. അതിനുപയോഗിച്ച ഫോഴ്സ്, ഓക്കെ, ഇവിടെ 60 കിലോഗ്രാം എന്ന് പറയുന്നത് എഫേർട്ടായിരിക്കാം. ഫോഴ്സ് ഓഫ് 60 കിലോഗ്രാം മൂവിങ് 15 മീറ്റർ. അത് ഡിസ്റ്റൻസ് എത്രയാണ് മൂവ് ചെയ്തിരിക്കുന്നത്? 15 മീറ്റർ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MA = ലോഡ് ബൈ എഫേർട്ടാണ്. നമുക്കറിയാം ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമുക്കറിയുന്ന ഇക്വേഷൻസൊക്കെ ഫുള്ളും എഴുതി വയ്ക്കുക, അതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. MA = ലോഡ് ബൈ എഫേർട്ട്. അതേപോലെ VR കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട്. പിന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ MA/VR ചെയ്താൽ മതി. അപ്പോൾ MA എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ടാണ്. ലോഡ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 120 കിലോഗ്രാം. അതേപോലെ എഫേർട്ട് എന്ന് പറയുന്നതാണ് 60 കിലോഗ്രാം. മീൻസ് അത് പൊക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണല്ലോ 60 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് എഴുതിയിരിക്കുന്നത് തെറ്റാ, മൊബൈൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, സോറി. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് എന്ന് പറയുന്നത് 15 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ ഏതാണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡും അതേപോലെ ഏതാണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ നമുക്കറിയാൻ പറ്റും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ പോയിന്റിൽ നോക്കി നോക്കുക. ഇഫ് എ മെഷീൻ ഓഫ് മാസ് 120 കിലോഗ്രാം, 120 കിലോഗ്രാം മാസുള്ള ഒരു മെഷീൻ ഒരു 5 മീറ്റർ ഹൈറ്റിലേക്ക് പൊങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡാണ്. ബൈ എ ഫോഴ്സ് ഓഫ് 50 കിലോഗ്രാം എന്ന് വേറെ പറഞ്ഞു. പിന്നെ 60 കിലോഗ്രാം ഫോഴ്സാണ് ഉപയോഗിച്ചിട്ടാണ് മുകളിലേക്ക് പൊങ്ങിയത്. അപ്പോൾ അത് എഫേർട്ട് വന്നു. ആ എഫേർട്ട് നീങ്ങിയ ഡിസ്റ്റൻസാണ് 15 മീറ്റർ, മൂവിങ് 15 മീറ്റർ. അപ്പോൾ എഫേർട്ട് നീങ്ങിയ ഡിസ്റ്റൻസാണ് 15 മീറ്റർ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് എഫേർട്ടും അറിയാം. അപ്പോൾ MA കണ്ടുപിടിക്കാൻ ഞാൻ എഫേർട്ട്, അപ്പോൾ 120/60 = 2. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് 5/15 അല്ലെങ്കിൽ 15/5 = 3. ഓക്കെ, പിന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കുകയാണെങ്കിൽ MA/VR 2/3 × 100. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്. സ്വാഭാവികമായിട്ടും ഈ VR എന്ന് പറഞ്ഞ വാല്യൂ പോയിൻ്റ് വാല്യൂ വരാറില്ല. ഓക്കെ, പോയിൻ്റ് വാല്യൂ വരാറില്ല. മീൻസ് ഒന്നിനെക്കാട്ടിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിനെക്കാട്ടിലും കൂടുതലോ ആയിരിക്കും. ഫോർ സം ടൈം ചോദ്യത്തിൽ തിരിച്ച് തന്നാൽ, ഇപ്പോൾ ഈ ചോദ്യത്തിൽ നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ആണ് ശരിക്കും കാണേണ്ടത്. നമ്മൾ എഫേർട്ടാണല്ലോ ആദ്യം വരിക, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡാണ് കാണേണ്ടത്. അപ്പോൾ ചില കേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡിനെക്കാട്ടിലും കുറവാവാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യുമ്പോൾ പോയിൻ്റ് വാല്യൂ കിട്ടാം. അപ്പോൾ നേരെ തിരിച്ച് ചെയ്യാം. ഏതാണ് വലിയ വാല്യൂ വെച്ചാൽ അത് മുകളിൽ കൊടുക്കുക, ഏതാ ചെറിയ വാല്യൂ വെച്ചാൽ താഴ്ത്ത് കൊടുക്കുക. ഓർക്കേണ്ട കാര്യം ഈ VR എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനെക്കാട്ടിലും താഴെ വരില്ല. അങ്ങനെ എഫിഷ്യൻസി കണ്ടുപിടിക്കും. 2/3 × 100 ചെയ്ത് കഴിഞ്ഞാൽ 66.66% ആണ് ആ മെഷീൻ്റെ എഫിഷ്യൻസി. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എടുക്കാം. കാൽക്കുലേറ്റ് ദി അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുക. മീൻസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എഫേർട്ട് കണ്ടുപിടിക്കാനാണ്. ഇഫ് ദി ലോഡ് ഓഫ് 400 കിലോഗ്രാം, 400 കിലോഗ്രാം ലോഡ് ലിഫ്റ്റഡ് ബൈ എ മെഷീൻ ഹാവിങ് എഫിഷ്യൻസി ഓഫ് 72% ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി റേഷ്യോ 6%. അപ്പോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക? MA/VR ആണ്. VR നമുക്ക് തന്നിട്ടുണ്ട് 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ MA കണ്ടുപിടിക്കാം എഫിഷ്യൻസി × 6. അപ്പോൾ 72% × 6. അപ്പോൾ 6 × 0.72, 72% പറഞ്ഞാൽ 72/100. അപ്പോൾ 0.72 × 6 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ MA കിട്ടും. MA എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ടാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫേർട്ടാണ്. അപ്പോൾ ലോഡ് ബൈ എഫേർട്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. MA കിട്ടും. ആ MA 400/MA ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ എഫേർട്ട് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിയല്ലേ? എഫിഷ്യൻസി = MA/VR × 100. അപ്പോൾ 72/100 = MA/6. MA കണ്ടുപിടിച്ചപ്പോൾ 4.32 കിട്ടി. എഫേർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ലോഡ് ബൈ MA, അപ്പോൾ 400/4.32 = 92.59 കിലോ. ഇതൊക്കെ ബേസിക് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻ അറിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാം. ഓരോ ടേംസ് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കൺഫ്യൂഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതിൽ കൺഫ്യൂഷനൊന്നുമില്ല, വളരെ സിമ്പിളാണ്.
അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ മെഷീനിലെ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.